കോടികൾ മുതൽ മുടക്കി മനോഹരമായ ദേവാലയങ്ങൾ പണിയിപ്പിച്ച് അതിനകത്ത് ഇപ്പോൾ ആരാധന നടത്താനാവാത്തത് കൊണ്ട് പലർക്കും വലിയ നഷ്ടബോധം തോന്നുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ മന്ദിരം അത് എന്താണെന്നാണ് നാം ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. യുഗാന്തരങ്ങൾക്ക് മുമ്പ് ആർഷഭാരതത്തിലെ മാമുനിമാർ ഇപ്രകാരം പറഞ്ഞു: ദേഹം ദേവാലയം. ഭഗവത്ഗീതയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇതം ശരീരം കൗന്തായേ ക്ഷേത്രമിത്യാദി ദീയുതേ. നിന്റെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ആശയം തന്നെയാണ് വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിലും എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യം: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പോൾ നിങ്ങളിലുള്ളവൻ, നമ്മളിൽ വസിക്കുന്നത് ആരാണ്? നമ്മളിലുള്ളവൻ, ലോകത്തിലുള്ളവൻ പിശാചാണ്. ലോകത്തിലുള്ളവൻ എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആത്മീയ അർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പിശാചാണ്. അപ്പോൾ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലേ? കാരണം ഇതിന് വളരെ വ്യക്തമായി നമ്മൾ പറയുമ്പോൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്നത് പിശാചാണ്. അപ്പോൾ അവൻ അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി എന്ന് നാം അവിടെ വായിക്കുകയാണ്. ആദിയിൽ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നീട് മനുഷ്യൻ എന്ത് ചെയ്തു? മനുഷ്യൻ അങ്ങ് വലിയ ആളായി. എന്നിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു? നിലത്തെ മണ്ണിൽ നിന്ന് മണ്ണെടുത്ത്, പൊടിയെടുത്ത്, അല്ലെങ്കിൽ കിട്ടുന്ന മറ്റ് വസ്തുക്കൾ, മരമോ സ്വർണമോ വെള്ളിയോ എന്ത് കിട്ടിയാലും അവൻ ഈ വക വസ്തുക്കൾ ഉപയോഗിച്ച് ദൈവത്തെ ഉണ്ടാക്കുവാൻ തുടങ്ങി. അപ്പോൾ അതാണ് നാം കാണുന്നത്. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. എങ്ങനെയാണ് മനുഷ്യർ ദൈവത്തോട് മത്സരിക്കുന്നത്? ദൈവം പറയുന്നത് അവർ കേൾക്കുന്നില്ല. ദൈവം എന്താണ് പറഞ്ഞത്? ദൈവം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. അപ്പോൾ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം വചനാധിഷ്ഠിതമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളിൽ ആണ് ദൈവം വസിക്കുന്നത്. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും വിശുദ്ധമല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് സത്യദൈവത്തിന്റെ യഥാർത്ഥ മന്ദിരം? നമ്മുടെ ശരീരത്തിലാണ് ദൈവം വസിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അപ്പോൾ നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ദൈവം വസിക്കുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് കസ്തൂരിമാനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കസ്തൂരിമാന്റെ നാഭിയിൽ നിന്ന് അതിമനോഹരമായ ഒരു സുഗന്ധം പുറപ്പെടുന്നു. എന്നാൽ എവിടെയാണ് ഈ സുഗന്ധം വരുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് അവന്റെ ജീവിതം മുഴുവൻ ആ കസ്തൂരിമാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. ഇതുപോലെയാണ് ആബേലച്ചൻ വളരെ പ്രസക്തമായ ഒരു ഗാനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആ ഗാനം ഇങ്ങനെയാണ്: ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവസാനം അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഇതാണ്: അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. അപ്പോൾ പല സ്ഥലങ്ങളില് ദൈവത്തെ അന്വേഷിച്ചു നടന്നു.
എന്നാൽ തന്നിലേക്ക് തിരിഞ്ഞപ്പോൾ അത് തന്നിൽ വസിക്കുന്ന സ്നേഹമാണ് ദൈവമെന്ന് ഒരു വലിയ വെളിപ്പാടാണ് ഈ കവിക്ക് ലഭിച്ചത്. എന്നാൽ ഈ പാട്ട് നമ്മൾ ആത്മാവിൽ പാടുമ്പോൾ, അതിന്റെ ആത്മീയ അർത്ഥം ഗ്രഹിക്കുമ്പോൾ അത് വളരെ അർത്ഥസമ്പുഷ്ടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം മനസ്സിലാക്കിയ കാര്യം ഇതാണ്: ദൈവം നമ്മിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ഇനി ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. 1 കൊരിന്ത്യർ 6:19-20 നാം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ള വലിയ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു നമ്മിൽ വസിക്കുന്നു എന്ന് വചനത്തിൽ അക്ഷരീകമായി എഴുതിയിരിക്കുക. യേശു നമ്മിൽ വസിക്കുന്നു. യോഹന്നാൻ 15:5, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. യോഹന്നാൻ 14:20, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. അപ്പോൾ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. യോഹന്നാൻ 6:56 അതേ കാര്യം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ ശരീരം എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പോൾ നാം യേശുക്രിസ്തുവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അക്ഷരാർത്ഥമല്ല നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അതിൻ്റെ ആത്മീയ അർത്ഥം നമ്മൾ എടുക്കുമ്പോൾ, നമ്മൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുമ്പോൾ, എന്താണ് ഈ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്നുള്ളതിന് ബൈബിളിൽ തന്നെ അതിന്റെ വ്യാഖ്യാനമുണ്ട്. 1 പത്രോസ് 1:23 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്ന ബീജത്തിൽ നിന്നല്ല, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്തിൽ നിന്ന് തന്നെ. അപ്പോൾ ദൈവവചനത്തിൽ നിന്ന് വീണ്ടും ജനിച്ചവർ, പരിശുദ്ധാത്മാവിന്റെ അനുഭവം ലഭിച്ചവർ, അവര് ദൈവവചനത്തെ അവർക്ക് ഭക്ഷിക്കാം. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചനം 15:16 ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: ഞാൻ അങ്ങയുടെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അത് എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. അപ്പോൾ നമുക്ക് സന്തോഷവും ആനന്ദവും ലഭിക്കണമെങ്കിൽ ഈ ദൈവത്തിന്റെ ശരീരം ആകുന്ന, ദൈവത്തിന്റെ ശരീരവും ദൈവത്തിന്റെ രക്തവും, അത് ആത്മീയ അർത്ഥത്തിൽ അത് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവിനെയും നമ്മൾ സ്വീകരിക്കേണ്ടതുപോലെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഗലാത്യ ലേഖനം 4:19 ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളവും ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുകയാണ് ഗലാത്യ സഭയോട്: ക്രിസ്തു നിങ്ങളിൽ ജനിക്കണം, ക്രിസ്തു നിങ്ങളിൽ ജനിക്കുവോളം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവവേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊലോസി ലേഖനം 1:27 ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ക്രിസ്തു നിങ്ങളിൽ, നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഗലാത്യ ലേഖനം 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് യാതൊരു സംശയമില്ലാതെ നമുക്ക് ഈ വാഗ്ദത്തം ഏറ്റെടുക്കാം. അപ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ വചനാധിഷ്ഠിതമായി നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുന്നു. യോഹന്നാൻ 14:23 നാം ഇപ്രകാരം വായിക്കുന്നു: യേശു അവനോട്: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ, ഇവിടെ ഞങ്ങൾ നമുക്കറിയാം, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പിൻ. അപ്പോൾ ഞങ്ങൾ എന്നാൽ
നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വ ദൈവം നമ്മിൽ വന്ന് വസിക്കുന്നു. ദൈവവചനം നമ്മിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 2:14 ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവം വസിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ വചനം നമ്മിൽ വസിക്കുന്നു എന്ന് തന്നെയാണ്. 1 യോഹന്നാൻ 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു, അവനിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അവന്റെ വിത്ത് എന്നത് എന്താണ്? അവന്റെ വിത്ത്, ദൈവത്തിന്റെ വിത്ത് എന്ന് പറയുമ്പോൾ വിതക്കാരന്റെ ഉപമയിൽ നിന്ന് നമുക്ക് അധികം വൈഷമ്യമില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കർത്താവ് യേശുക്രിസ്തു തന്നെ ആ വിത്ത് എന്താണെന്ന് വ്യാഖ്യാനിച്ചു. നമുക്കറിയാം, ദൈവവചനം. അപ്പോൾ അവന്റെ വിത്ത്, ദൈവത്തിന്റെ വിത്ത് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയില്ല. കാരണം ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അതുകൊണ്ട് ദൈവവചനം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് പാപത്തിന്റെ മേലും ലോകത്തിന്റെ മേലും പിശാചിന്റെ മേലും നമുക്ക് ജയം നൽകും. എന്നാൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും ദൈവം വസിക്കുന്നില്ല. ദൈവം ഒരുവനിൽ വസിക്കണമെങ്കിൽ അവന് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യതകളെ കുറിച്ച് യെശയ്യാവ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 57:15 ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരുടെ കൂടെയും വസിക്കുന്നു. അപ്പോൾ മനസ്തപിക്കുന്നവരോടുകൂടെ, പശ്ചാത്തപിക്കുന്നവരോടുകൂടെ, താഴ്മയുള്ളവരോടുകൂടെ ദൈവം വസിക്കുന്നു. ഇതേ ആശയം തന്നെയാണ് പുതിയ നിയമത്തിൽ 2 അപ്പസ്തോലന്മാർ, യാക്കോബ് അപ്പസ്തോലനും പൗലോസ് അപ്പസ്തോലനും ഒരേ ആശയം തന്നെ എഴുതിയിരിക്കുകയാണ്. ദൈവം അഹങ്കാരികളോട് അല്ലെങ്കിൽ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അപ്പോൾ നാം മത്തായി സുവിശേഷം 18:3 ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മളൊരു ശിശുവിനെ പോലെ തന്നെ താഴ്ത്തി ആ വചനത്തെ ഏറ്റെടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മിൽ വസിക്കും. ദൈവം തീർച്ചയായിട്ടും ദൈവത്തിന്റെ വാഗ്ദത്തം പ്രകാരം ആ വാഗ്ദത്ത പ്രകാരം നമ്മിൽ വന്ന് വസിക്കും. എന്നാൽ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ ആലയങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ അക്ഷരീകമായി എഴുതിയിരിക്കുക. പ്രവർത്തികൾ 17:24 മുതൽ 25 വാക്യങ്ങളിൽ ലോകവും അതിലുള്ള സകലതും സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്നത് കൊണ്ട് അവൻ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യകരങ്ങളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ദൈവത്തിന് നമ്മൾ അങ്ങോട്ട് ശുശ്രൂഷ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് സകലതും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ വകയാണ്. ഈ ഭൂമിയിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദൈവത്തിന്റെ വകയാണ്. അപ്പോൾ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായി, മനുഷ്യൻ അവിടെ കൈപ്പണിയാക്കിയിട്ട് അവിടെ മനുഷ്യനെ എന്തെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രതിഷ്ഠകൾക്കകത്ത് ദൈവം വസിക്കുന്നില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് മഹത്വം. അതുപോലെ തന്നെ മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിയുണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കളിലും ദൈവം വസിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പസ്തോല പ്രവൃത്തി 17:29 വാക്യം, 17-ാം അധ്യായം 29. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരുന്നുവെങ്കിൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിയുണ്ടാക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയുടെ സദൃശമെന്ന് നിരൂപിക്കേണ്ടതില്ല. റോമാലേഖനം 1:23 അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ സദൃശ്യത്തിലാക്കി, രൂപസദൃശ്യത്തിലാക്കി മാറ്റിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ എന്തെങ്കിലും ദൈവവിഷയമായി എന്തെങ്കിലും ഒരു സ്വരൂപം കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒന്ന് വണങ്ങണം, അതിനെ ഒന്ന് നോക്കി അതിനെ ഒന്ന് ബഹുമാനിച്ചാലേ അവർക്ക് സമാധാനം വരികയുള്ളൂ. പക്ഷേ
ദൈവകൃപയാൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വണങ്ങേണ്ട കാര്യമില്ല. കാരണം എനിക്കൊരു കാര്യം അറിയാം, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലയോ. എന്നിൽ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തു വചനം എന്നിൽ വസിക്കുന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ലോകവിഷയമായി, അല്ലെങ്കിൽ ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അവരുടെ ഭാവനയിൽ, അവരുടെ സങ്കല്പത്തിൽ അവരെന്തെങ്കിലും കൊത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അതിനെ നോക്കുവാനായിട്ട് പോകുന്നത്? അത് യഥാർത്ഥ ദൈവമാണോ? ഇത് യഥാർത്ഥ ദൈവമാണെന്ന്, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തിന്റെ രൂപമാണ്, തേജസ്സാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയും? ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിക്കുമോ? വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ വചനങ്ങൾ എപ്രകാരമാണ് നമ്മളോട് പറയുന്നത്? ഇതൊന്നും ദൈവികമല്ല എന്നാണ് പറയുന്നത്. ദൈവത്തെ അനുസരിക്കാത്തവരുടെ ഹൃദയത്തെ സാത്താൻ കൈവശമാക്കിയിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 5:3 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അപ്പോൾ ഹൃദയം ഒന്നുകിൽ ദൈവം കൈവശമാക്കണം, ദൈവം കൈവശമാക്കുന്നില്ലെങ്കിൽ അത് സാത്താൻ കൈവശമാക്കും എന്നുള്ളതാണ് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. മത്തായി 12:43-45 വാക്യങ്ങളിൽ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങൾ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലതാനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും ഇങ്ങനെ ഭവിക്കും. അപ്പൊ ഇപ്രകാരം ഒരു മനുഷ്യൻ അല്പം അവന് ദൈവത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അവനൊരു ധ്യാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുവിശേഷ യോഗമൊക്കെ കൂടി അവന്റെ ഹൃദയമാവുന്ന ഭവനം അവനല്ല അടിച്ചു വാരി തൂത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് ദുഷ്ടാത്മാക്കൾ വിട്ടുപോകും, ഭൂതങ്ങൾ വിട്ടുപോകും, ഭൂതങ്ങൾ പുറത്തു പോകും. എന്നാൽ ഈ ഭൂതം കുറെ അങ്ങ് പോയി കഴിയുമ്പോഴാണ് ഇവൻ പിന്നെയും പാപം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അതിനേക്കാൾ ദുഷ്ടരായുള്ള കൂടുതൽ ഭൂതങ്ങളെ കൂട്ടി വരികയും അങ്ങനെ ഈ മനുഷ്യന്റെ അവസ്ഥ പഴയതിലും മോശമാകുന്നു എന്നാണ് ഇവിടെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്രകാരം സർവസ്രഷ്ടാവും പരിപാലകനുമായ ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന വെളിപ്പാട് ലഭിച്ച ആരും മനുഷ്യനിർമ്മിതങ്ങളായ, അല്ലെങ്കിൽ ദൈവവിഷയമായി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള മനുഷ്യനുണ്ടാക്കി വെച്ചിട്ടുള്ള വസ്തുക്കൾ അവർക്ക് അതിനെ അവർ ആരാധിക്കുകയോ അതിനെ വണങ്ങുകയോ ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. 1 യോഹന്നാൻ 4:4 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലയോ. അപ്പോൾ നാം ഈ സത്യം മനസ്സിലാക്കണം. നമ്മുടെ ദേവാലയങ്ങൾ, അക്ഷരീകമായ ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നത് ദൈവത്തിന്റെ പരാജയമല്ല. അത് ദൈവത്തിന്റെ ഹിതമാണ്. ദൈവം അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്കറിയാം, ഇന്ന് അക്ഷരീകമായ ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ ജനങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാനും മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവനും ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഇത് ലോകം മുഴുവനും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവ് വരുവാൻ ഇതെല്ലാം കാണിക്കുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. കർത്താവിന്റെ വീണ്ടും വരവിനായി നമുക്കൊരുങ്ങാം. ഇതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.